ഹലോ നിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദ മാൻഹയുടെ എപ്പിസോഡ് 5 ആണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആർത്തർ അവൻ്റെ സോഡും പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല സോഡ്, നീ ഒരു ഓഗുമെൻ്റർ അല്ലേ, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം. ഞാൻ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞോ, അതുപോലെ ഞാൻ അറ്റാക്ക് ചെയ്യാം. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറ്റാക്ക് ചെയ്തോ. ഞാൻ എതിർക്കുന്നു, നീ പറഞ്ഞോ, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. വേണ്ട, നിങ്ങൾക്ക് ഏതാണ് കോൺഫിഡൻസ് അതുപോലെ നിങ്ങൾ അറ്റാക്ക് ചെയ്തോ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ വളരെ എളുപ്പത്തിലായിരിക്കും നിന്നെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ സോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർത്തർ അവൻ്റെ സോഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഡിഫെൻസ് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യല്ലേ, നമുക്ക് കാണാം. എന്നിട്ട് പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ സോഡ് ആയിട്ട് നമ്മുടെ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആർത്തർ എല്ലാത്തിൽ നിന്നും ഡോഡ് ചെയ്ത് മാറുന്നുണ്ട്. സിന്ധ്യ കുഡ്സ്കി തിരഞ്ഞെടുത്തത് ഒരു പേടിത്തൊണ്ടനാണെന്ന് തോന്നുന്നേ. എല്ലാ അറ്റാക്കിൽ നിന്നും ഓടി മാറുന്ന പേടിത്തൊണ്ടൻ. നിങ്ങളല്ലേ ഈ കോളേജിലെ അധ്യാപകൻ, എന്നിട്ട് ഒരടി പോലും എൻ്റെ ദേഹത്ത് നിങ്ങൾക്ക് കൊള്ളിക്കാൻ പറ്റിയോ? ഇത് കേട്ടപ്പോൾ പ്രൊഫസറൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അയാൾ ആർത്തറിനെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ആർത്തർ വീഴാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവനതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഫെയർത്ത് ചിന്തിക്കുന്നുണ്ട്, ഇതൊരു ഡെമോൺസ്ട്രേഷൻ ഒന്നുമല്ല, ഇത് ശരിക്കുള്ളൊരു ഫൈറ്റ് എന്നാണ് തോന്നുന്നത്. സ്റ്റുഡൻറ്റ് കൗൺസിലിനെ വിളിക്കണോ? ഈ സമയത്ത് തന്നെ നമ്മുടെ പ്രൊഫസർ ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, കൂട്ടിലടച്ചാൽ എലികൾ പോലും അപകടകാരിയായി മാറും പ്രൊഫസർ. എന്നിട്ട് അവൻ പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ്റെ ഒറ്റ അറ്റാക്കിൽ പ്രൊഫസർ പിന്നോട്ട് നീങ്ങുന്നുണ്ട്. പ്രൊഫസർ പിന്നോട്ട് നീങ്ങി. അതെ, ആർത്തർ ഇപ്പോൾ വേറൊരു മനുഷ്യനായി മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആർത്തർ അവൻ്റെ വിൻഡ് മാജിക് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫസറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ അറ്റാക്കിൽ പ്രൊഫസർ നിലത്ത് വീണെടുക്കുന്നുണ്ട്. നിങ്ങളുടെ പരിശീലനത്തിന് ഒരുപാട് നന്ദിയുണ്ട് പ്രൊഫസർ. ആർത്തർ പ്രൊഫസറിനെ ബീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കാത്ലീന അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ആർത്തർ ആവട്ടെ അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, പ്രിൻസസ് കാത്ലീൻ. അപ്പം നമ്മുടെ ഫെയർത്ത് പറയുന്നുണ്ട്, ആർത്തർ നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തോട്ടോ, എൻ്റെ ശത്രുവിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ തന്നെ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഫെയറിത്ത് നീ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തു. ഒരു പക്ഷേ പ്രൊഫസർ ഏത് സ്പെല്ലാണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞെങ്കിൽ നീ തീർച്ചയായിട്ടും ഡിഫെൻഡ് വെച്ചിരുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രൊഫസർ ഇത്രയ്ക്കും വലിയൊരു സ്പെല്ല് അവിടെ ഉപയോഗിക്കുമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഡിഫെൻസ് വെക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈസി ആയിട്ട് ജയിച്ചിരുന്നു. അപ്പോൾ കാത്ലീൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫൈറ്റ് എങ്ങനെ നിങ്ങൾ വിലയിരുത്തുന്നത്? സത്യം പറയുകയാണെങ്കിൽ അവസാനത്തെ സ്പെല്ല് നീ ഉപയോഗിച്ചപ്പോൾ നീ ഡിഫെൻസ് ഉണ്ടാക്കിയില്ല, അതുകൊണ്ടാണ് നീ തോറ്റത്. ഇത് പറഞ്ഞപ്പോൾ ആദ്യം 3 പേരൊന്നും നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫെയർത്ത് വാർത്തറും ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാത്ലീൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫെയർത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവസാനം ആർത്തർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിൽവി ചോദിക്കുന്നുണ്ട്, പപ്പയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? സിൽവി, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വിൻഡ് മാജിക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അയാളെ വേഗത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇനിയും കഠിനാധ്വാനം ചെയ്യണം. ഇനി എൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമായി. ബേസിക്സ് ഓഫ് ആർട്ടിഫിസിങ്. ആർട്ടിഫിസിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാന ഉപയോഗിച്ചുകൊണ്ട് കുറേ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനാണ് ആർട്ടിഫിസിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രാജാവിൻ്റെ പഴയ ലോകത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ആർത്തർ അവൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവനോട് വന്ന് പറയുന്നുണ്ട്, ഈ സീറ്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല, ഈ സീറ്റ് ഒഴിവായി കിടക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിട്ടിരിക്കാം. വളരെ നന്ദിയുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി ഇരിക്കാൻ പോകുമ്പോൾ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അയ്യോ എന്താ പറഞ്ഞ് ഞാൻ കേട്ടില്ല. അത് പിന്നെ എൻ്റെ പേര് എമിലി വാട്സ്കൻ എന്നാണ്. ദയവായി എൻ്റെ കൂട്ടുകാരിയാവുമോ? അല്ല, നിങ്ങളെ കണ്ട ഈ സന്തോഷമുണ്ട്. ഗോഡ്, ഞാൻ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞേ? ഞാനിപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു വീടായിട്ടുണ്ടാക്കും. അങ്ങനെ നമ്മുടെ ആർത്തർ ആ പെൺകുട്ടിക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഇവളുടെ കൈ വളരെ ഹാർഡാണ്. ഈ പെൺകുട്ടി നല്ല കഠിനാധ്വാനിയാണെന്ന് തോന്നുന്നേ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, സോറി, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അത് കുഴപ്പമില്ല, എൻ്റെ കയ്യിലും തഴമ്പുണ്ട്. നിങ്ങൾ കുറേ നേരം പരിശീലിക്കുമല്ലേ? നിങ്ങളെ DC കമ്മിറ്റിയിലെടുത്തതിൽ അത്ഭുതമൊന്നുമില്ല, അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആർട്ടിഫിസിങ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഗാഡ്ജറ്റ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ തഴമ്പ് പറ്റിയത്. നിങ്ങൾക്ക് ആർട്ടിഫിസിങ്ങിലാണല്ലേ താല്പര്യം? അതെന്തായാലും നന്നായി. നിങ്ങളിപ്പോൾ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേരെയും കൊല്ലുന്നത്, അതുപോലെ എത്ര നാശനഷ്ടങ്ങളാവും ഉണ്ടാക്കുന്നത്. പക്ഷേ ആർട്ടിഫിസിങ്ങിൽ അതല്ല. നിങ്ങൾ എത്രത്തോളം മികച്ചവനാണോ
അത്രത്തോളം മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു 12 വയസ്സുകാരൻ്റെ വായിന്ന് കേൾക്കുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. ഓ അത് ശരി. അപ്പം നിനക്ക് 12 വയസ്സില്ലാത്ത പോലെയാണ് നീ പറയുന്നത്. നിനക്കും 12 വയസ്സല്ലേ? ഓ അത് സത്യമാണ്. എങ്കിലും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാലമായി. ഞാൻ പ്രൊജക്ഷൻ ഡിസ്പ്ലേ ആർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ ഈ പെൺകുട്ടിയാണ് ആ ഡിസ്പ്ലേ ഉണ്ടാക്കിയത്. അതായത് ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള സമ്മേളനം നടന്നല്ലോ, അത് ലൈവായിട്ട് പ്രദർശിപ്പിച്ച ആ ഡിസ്പ്ലേ ഉണ്ടാക്കിയത് ഈ പെൺകുട്ടിയാണ്. സോ അപ്പം നമ്മുടെ ആർത്തർ ഞെട്ടുന്നുണ്ട്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഇവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? സോ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റിയത് എനിക്ക് വലിയൊരു ബഹുമതിയാണ്. സോ അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്താ നീ പറയുന്നേ? ശരിക്കും നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് ഞങ്ങൾക്കറിയ പോലുമില്ല. പിന്നെ കുറുക്കനെ പോലത്തെ ഒരു പെറ്റി നിനക്കുണ്ട്, ലൈറ്റ് യെല്ലോ മാനാക്കോറ്. അതുമാത്രമല്ല നീ ഇപ്പോൾ ഒരു പ്രൊഫസറും ആയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിൽ എനിക്കാണ് ബഹുമതി ഉള്ളത്. സോ ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ ഞെട്ടുന്നുണ്ട്. ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു മാജിക് അക്കാദമി അല്ലേ. എല്ലാത്തിനും ഉപരി വാർത്തകൾ വേഗത്തിൽ സഞ്ചരിക്കും, പരദൂഷണമൊക്കെ അതിലും വേഗത്തിൽ സഞ്ചരിക്കും. സോ അപ്പോൾ ഇവിടേക്ക് നമ്മുടെ പ്രൊഫസർ ഗിഡിയോൺ വരുന്നുണ്ട്. ഹായ് സ്റ്റുഡൻസ്, ഞാനാണ് പ്രൊഫസർ ഗിഡിയോൺ. ഞാൻ നിങ്ങളുടെ പ്രൊഫസറായതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇതാരാ? ആർത്തർ ലീവിനല്ലേ? നീ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ? എനിക്ക് ഈ കാര്യം അറിയണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊരഭിനയം, ഒന്നും അറിയാത്ത പോലെ. സോ അങ്ങനെ നമ്മുടെ ഗിഡിയോൺ ക്ലാസ് എടുക്കുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത് കണ്ടുപിടിച്ചത്, 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത് കണ്ടുപിടിച്ചത്. ഇയാളിവിടെ സ്വയം പുകഴ്ത്താൻ വന്നാണോ? സോ അപ്പം ആർത്തൻ്റെ ദേഹത്തേക്ക് ഒരു കിളി വന്നിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സിൽവി പറയുന്നുണ്ട്, പപ്പാ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. സോ അപ്പം ഗിഡിയോൺ പറയുന്നുണ്ട്, ഹോ ഡയറക്ടർ ഗുഡ്സ്കെ നിന്നെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിനക്കെൻ്റെ പ്രസംഗം കേൾക്കാൻ ഭാഗ്യമില്ല. സോ അങ്ങനെ നമ്മുടെ ആർത്തർ സിന്ധ്യ ഗുഡ്സ്കയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കാത്തരീനെ കാണുന്നുണ്ട്. കാത്തരീന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവൻ പറയുമ്പോൾ കാത്തരീൻ ഒന്നും കേൾക്കാതെ പോകുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആർത്തർ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഡയറക്ടർ ഗുഡ്സ്കി ഇപ്പം നല്ല മൂഡല്ലെന്നാ തോന്നുന്നേ. എന്തായാലും കയറി ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അവൻ കയറി ചെല്ലുന്നുണ്ട്. സോ അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി പറയുന്നുണ്ട്, ആർത്തർ നീ എന്താ അവിടെ നിൽക്കുന്നത്, കയറിയിരിക്കേ. സോ അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നോക്കൂ, നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് ആ പ്രൊഫസറുമായിട്ടുള്ള ഫൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ അയാളാണ് ആദ്യമായിട്ട് ഫൈറ്റ് തുടങ്ങി വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സോ അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി പറയുന്നുണ്ട്, ഞാൻ ആ കാര്യം പറയണമെന്നല്ല, പിന്നെന്ത് കാര്യമാണ്? സോ അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി ഒന്നും മിണ്ടുന്നില്ല. പിന്നെ എന്താണ് കാര്യം, പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. സോ അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി പറയുന്നുണ്ട്, ആർത്തർ നിനക്ക് പ്രാക്ടിക്കൽ മാനിപ്പുലേഷൻ ക്ലാസ്സിൻ്റെ ടീച്ചറാവാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ നമ്മുടെ ആർത്തർ ഞെട്ടുന്നുണ്ട്. അല്ല, എൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? അല്ല ഡിയർ, ഞാൻ നിന്നോട് തന്നെ സംസാരിക്കുന്നേ. എന്താ എന്നോടോ? അല്ല, കാത്തലീൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇവിടുത്തെ രാജകുമാരിയെ പേരെടുത്ത് വിളിക്കാനൊക്കെ നീ ആയല്ലേ? അല്ല, നമുക്ക് തമാശയെല്ലാം വിടാം. അല്ല, നിങ്ങൾ തമാശ പറയുന്നല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ ഒരു ദിവസം പോലും തികച്ചിട്ടില്ല. അതിനു മുമ്പ് ഞാനൊരു പ്രൊഫസറാകുമെന്നൊക്കെ പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഒരു സ്റ്റുഡൻറ്റും പ്രൊഫസർക്കാവാൻ പറ്റുമോ? ആർത്തർ, നീ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അല്ല, ഇതൊക്കെ നടക്കുമോ? ഞാൻ എന്താ പറയുന്നത് അതാണ് ഇവിടെ നടക്കുക. അത് നീ മനസ്സിലാക്കണം ആർത്തർ. പിന്നെ കുറേ സീനിയേഴ്സ് വിദ്യാർത്ഥികൾ, നല്ല ഉയർന്ന യോഗ്യത ഉള്ളവർ ക്ലാസ് എടുത്ത ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട്. നീ ഒരു പ്രത്യേകത ഉള്ളവനാണ്. ഓക്കെ. അപ്പം മറ്റേ പ്രൊഫസറിൻ്റെ കാര്യമോ? അയാളൊക്കെ ഞങ്ങൾ എപ്പോഴേ പിരിച്ചുവിട്ട്. എന്നാലും ഡയറക്ടർ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർത്തർ, ഒരു പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ നിന്നേൽക്ക് ചേർക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ ഇതിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. എന്തായാലും നീ ഇപ്പോൾ ഒരു പ്രൊഫസറായില്ലേ, ഇവിടെയുള്ള ബാക്കി പ്രൊഫസർമാരുടെ ശ്രദ്ധ നിനക്ക് പിടിച്ചു പറ്റാൻ പറ്റും. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഏതെങ്കിലും കുട്ടികളുടെ മാതാപിതാക്കൾ കംപ്ലൈൻറ്റ് കൊടുത്താലോ? അവർ കംപ്ലൈൻറ്റ് കൊടുക്കും. പക്ഷേ ഞാനാണ് ഇവിടുത്തെ ഡയറക്ടർ, ഞാനാണ് ഇവിടെ തീരുമാനിക്കുക. ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ ഒന്ന് ശ്രമിക്കല്ല ആർത്തർ, നീ നല്ലതുപോലെ ചെയ്യുമെന്ന് എനിക്കറിയാം. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ സിന്ധ്യ ഗുഡ്സ്കി അവരുടെ പശുവായിട്ട് സംസാരിക്കുന്നുണ്ട്. സിന്ധ്യ ഗുഡ്സ്കിയുടെ പശുക്ക് തിരിച്ച് സംസാരിക്കാൻ കഴിയും. സോ ആ കുട്ടിയെക്കുറിച്ച് എന്തൊക്കെ കാര്യം എനിക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താകും? നിനക്കെന്താ തോന്നുന്നത്? സോ അപ്പോൾ ആ പശു പറയുന്നുണ്ട്, അവനോട് സംസാരിക്കുന്നതിനെക്കാട്ടി എളുപ്പമാണ് രാജകുടുംബങ്ങളോട് സംസാരിക്കുന്നത്. അത്രയ്ക്കും ടഫാണ് അവൻ. പിന്നെ അവനൊരു കുട്ടിയായിട്ട് കാണരുത്. അതിപ്പോൾ മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും പക്വതയുടെ കാര്യത്തിലാണെങ്കിലും അവനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അതിനായിട്ടും കൂടുതൽ അതൊക്കെ അവനുണ്ട്. അല്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണ്? അപ്പം ആ പശു പറയുന്നുണ്ട്, അതിന് കാരണം അവൻ്റെ ആ പെറ്റ് ഒരു സാധാരണ പെറ്റല്ല. ആ പെറ്റ് വലുതായാൽ ആ പെറ്റുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് പവർഫുള്ളാണത്. അവനൊരിക്കലും നിങ്ങളുടെ ശത്രു ആക്കരുത്.
അവനോട് വിശ്വാസത്തോടെയും അതുപോലെ ബഹുമാനത്തോടും കൂടി പെരുമാറണമെങ്കിൽ അവൻ നല്ലതുപോലെ നിൽക്കും. അല്ലെങ്കിൽ അവൻ തന്നെ ഈ ഭൂഖണ്ഡത്തിൻ്റെ നാശത്തിന് കാരണമാകും. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ എലീജയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഓ ഷാർലറ്റ്, ഇവൻ്റെ പേരാണ് ആർത്തർ ലേവിൻ. ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആർത്തർ, ഇതാണ് ഷാർലറ്റ്, ഇവളെൻ്റെ ഫ്രണ്ടാണ്. ഓ നൈസ് ടു മീറ്റ് യു. ആ അല്ലേ എലീജ, നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? ആടാ, നീ ഇല്ലാത്തതുകൊണ്ട് അടിപൊളിയായിട്ട് പോകുന്നു. അല്ല, നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ? ആ എൻ്റെ കാര്യമൊന്നും പറയണ്ട മോനെ, ഞാനിപ്പോൾ ഒരു പ്രൊഫസറായി. എന്ത്, നീ ഇപ്പോൾ ഒരു പ്രൊഫസറായിരുന്നോ? നീ എന്താ തമാശ പറയാണോ? എല്ലടാ കാര്യമായിട്ട് ഞാനിപ്പോൾ ഒരു പ്രൊഫസറാ. എടാ നീ കാര്യമായിട്ടാണല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നിൻ്റെ ക്ലാസ് കാണാൻ വരും. നീ എങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ നോക്കട്ടെ. പിന്നെ ഞാനും ഷാർലറ്റും ഒന്ന് ചായ കുടിക്കാൻ പോകുന്നുണ്ട്. അല്ല സോറി, എനിക്കിന്ന് വേറെ പരിപാടി ഉണ്ട്, ഞാനിപ്പോൾ ഓർത്തേ. ബായ് ആർത്തർ, ഞാൻ പോവാണ് കേട്ടോ. സോ അതിനുശേഷം നമ്മുടെ ആർത്തർ അവൻ്റെ ഡെവിയൻ്റ് ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. സോ അപ്പോൾ അവിടെ ക്ലെയർ ഉണ്ട്. ആർത്തർ, നിന്നെ വീണ്ടും കണ്ടതിൽ സന്തോഷം. പിന്നെ നീ DC കമ്മിറ്റിയുടെ മാനം കളയല്ല കേട്ടോ. ആ ഞാൻ ശ്രമിക്കാം. സോ അപ്പോഴേക്ക് ടെസ്സി വരുന്നുണ്ട്. അവൾ നമ്മുടെ ആർത്തറിനെ കാണാത്ത പോലെ പോകുന്നുണ്ട്. ഇവിടെ തന്നെ മൈൻഡ് പോലും ചെയ്യാത്തേ. സോ അപ്പോൾ ക്ലെയർ പറയുന്നുണ്ട്, പ്രിൻസസ് ഇന്ന് നല്ല മൂഡിലല്ലെന്നാണ് തോന്നുന്നേ. അതിന് കാരണം തന്നെ നീയാണ് എന്ന് നമ്മുടെ ആർത്തർ മനസ്സ് ചിന്തിക്കുന്നുണ്ട്. സോ അപ്പോഴേക്ക് ലൂക്കാസ് വൈക്സ് വരുന്നുണ്ട്. ഇതവനല്ലേ ലൂക്കാസ് വൈക്സ്. സോ അപ്പോഴേക്ക് ഒരു വല്ലാത്ത പശു വരുന്നുണ്ട്. ആ പശുയുടെ മുകളിൽ ഒരു പ്രൊഫസറുണ്ട്. സോ ഈ പ്രൊഫസറുടെ പേരാണ് പ്രൊഫസർ ഗ്ലോറി. സോ ഈ പ്രൊഫസർ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീം ഫൈറ്റിംഗ് മെക്കാനിസമാണ്. ടീം ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ മെക്കാനിസം, ടീം ഫൈറ്റ് എങ്ങനെ ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുന്ന പ്രൊഫസർ. സോ അപ്പോൾ നമ്മുടെ ആർത്തർ പ്രൊഫസറുടെ സ്ട്രെങ്ത്ത് നോക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഓ എന്താണത്? അവരവരുടെ സ്ട്രെങ്ത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് അവരുടെ സ്ട്രെങ്ത്ത് മറച്ചു വെച്ചത്? സോ അപ്പോൾ ആ പ്രൊഫസർ ആർത്തറുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓ ഇതാണല്ലേ പുതിയ സ്റ്റുഡൻറ്റ് ആർത്തർ ലെവിൻ, നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഇവനാണല്ലേ ആർത്തർ ലെവിൻ, ഇവനാണ് ആ പ്രൊഫസറായ ഫസ്റ്റ് ഇയർ പ്രൊഫസർ ഗ്ലോറി. അത് സത്യമാണോ? ഇവനൊരു പ്രൊഫസറാണോ? ആർത്തർ പുതിയൊരു സ്റ്റുഡൻറ്റ് മാത്രമല്ല, അവൻ DC കമ്മിറ്റിയിലെ അംഗമാണ്. അതുമാത്രമല്ല മാനിപ്പുലേഷൻ ക്ലാസ്സിലെ പ്രൊഫസർ കൂടിയാണ്. അതെങ്ങനെ നടക്കും? സീനിയേഴ്സിന് പോലും ഇവിടെ ആ ക്ലാസ് എടുക്കാൻ പറ്റില്ല, പിന്നെങ്ങനെ ഒരു ഫസ്റ്റ് ഇയർ നടത്തും? ഇത് ഫെയർ അല്ല. സോ അപ്പോഴാവട്ടെ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തിനാ ഈ കാര്യമൊക്കെ പറയുന്നേ? ഇവരെൻ്റെ മുകളിൽ ഹെയ്റ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. സോ അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, ഓ നിങ്ങളെല്ലാവരും നടങ്ങ്, ഇത് ഡയറക്ടർ എടുത്ത തീരുമാനമാണ്. പിന്നെ ആർത്തർ മുമ്പ് തെളിയിച്ചിട്ടുണ്ട്, ആ ക്ലാസ്സിലെ അധ്യാപകനെ ആർത്തർ ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പോൾ സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ലോവർ ക്ലാസ്സിലുള്ള പ്രൊഫസറെ കീഴടക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഞങ്ങളിൽ പലരും അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാത്ത ചാൻസ് എന്താ ഈ കുട്ടി കൊടുത്തത്? നിങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ടല്ലോ, എങ്കിൽ പിന്നെ പ്രൊഫസർ ആർത്തറുമായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്തോടെ. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആർത്തർ ഇതിന് യോഗ്യനാണോ അല്ലയോ എന്ന്. സോ അപ്പോൾ അവിടെ നിന്ന് സ്റ്റുഡൻസ് എല്ലാം പറയുന്നുണ്ട്, ഞാനവനെ കൊല്ലും, അവൻ ആരെന്നാ അവൻ്റെ വിചാരം. സോ അപ്പം നമ്മുടെ ആർത്തർ ടെസ്സിയോട് പറയുന്നുണ്ട്, എന്താലേ നിനക്കിതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മുടെ ടെസ്സിയ ആർത്തറിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സോ അപ്പം ആർത്തർ പറയുന്നുണ്ട്, പ്രൊഫസർ നിങ്ങളുടെ വാഗ്ദാനത്തിന് നന്ദി. ഞാൻ സ്കൂളുമായി പൊരുത്തപ്പെട്ടതിന് ശേഷം ഹയർ ലെവലിലുള്ള ക്ലാസ് എടുത്താൽ മതിയെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ക്ലാസ് ആണല്ലോ. ആർത്തർ കമോൺ, ഇവിടെ ഫസ്റ്റ് ഇയർന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർന്നോ ഒന്നുമില്ല, ഇവിടെ കഴിവാണ് പ്രധാനം. നീ നിൻ്റെ കഴിവ് കാണിച്ചാൽ മതി. എല്ലാ ക്ലാസ് അതെ. സോ നീ കേട്ടില്ലേ അവർ പറയുന്നത്, കഴിവാണ് പ്രധാനം. സോ അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, പ്രൊഫസർ നിങ്ങളുടെ മനസ്സിലെന്താണ്? എൻ്റെ മനസ്സിലോ? ഞാൻ വിചാരിക്കുന്നത് ഒരു ഫണ്ണായിട്ടുള്ള ഗെയിമാണ്, അതായത് യുദ്ധവും കീഴടക്കലും. യുദ്ധവും കീഴടക്കലോ? അതെപ്പോഴാണ് നിങ്ങൾക്ക് ഫണ്ണായിട്ടുള്ള ഗെയിമായത്? സോ അപ്പോൾ ക്ലെയർ പറയുന്നുണ്ട്, എങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ഞങ്ങൾ DC കമ്മിറ്റി 3 പേരടങ്ങുന്ന ഒരു ടീമാവാം, എന്നിട്ട് എതിർ ടീമിനെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ടീം വർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അത് നല്ലൊരു ഐഡിയ ആണ്. സോ അപ്പോൾ ക്ലെയ്വ് പറയുന്നുണ്ട്, എങ്കിൽ അവരുടെ എതിർ ടീമായിട്ട് ഞാനും ടെസ്സിയും അടങ്ങുന്ന സ്റ്റുഡൻറ്റ് കൗൺസിൽ നിൽക്കാം. ക്ലെയ്വ് നീ എന്താ കാണിക്കുന്നേ? സോ അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, വാവ് ഇത് അടിപൊളി ഗെയിമാകും. DC കമ്മിറ്റിയും സ്റ്റുഡൻറ്റ് കൗൺസിലും തമ്മിലുള്ള യുദ്ധം. പക്ഷേ 2 പേരും 3 പേരും തമ്മിലുള്ള യുദ്ധം അത് നടക്കില്ലല്ലോ. സോ അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ ചേരാം. സോ അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, വാവ് ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി വരികയാണ്. സ്റ്റുഡൻറ്റ് കൗൺസിൽ വേഴ്സസ് ഡിസിപ്ലിനറി കമ്മിറ്റി. എല്ലാവരും തയ്യാറാവ്, നിങ്ങളുടെ കഴിവ് കാണിക്കാനുള്ള ഒരു അവസരമാണിത്. സോ അപ്പോൾ ലൂക്കാസ് ആർത്തറിനോട് പറയുന്നുണ്ട്, നീയാണല്ലേ DC കമ്മിറ്റിയിൽ എൻ്റെ സ്ഥാനം തട്ടിയെടുത്തവൻ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, നിനക്കൊട്ടും അവകാശപ്പെടാത്ത സ്ഥാനം
തട്ടിയെടുത്തെന്ന് പറയുന്നതിൽ ശരിയല്ല. സോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് എല്ലാം ഫൈറ്റിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആർത്തർ ആവട്ടെ ഒരു എക്യുപ്മെൻറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ടെസിയ ആർത്തറിനെ സഹായിക്കുന്നുണ്ട്. ഹോ, ഈ ചെറിയ കാര്യത്തിനൊക്കെ സഹായിച്ചതിന് നന്ദിയുണ്ട് രാജകുമാരി ടെസിയ. ഹേ, മെല്ലനെ പറ പ്രൊഫസർ ആർത്തർ, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കും. ടെസിയ, നീ എന്തെന്നോട് സംസാരിക്കാത്തേ? നീ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? നമ്മളിപ്പോൾ സംസാരിച്ച എന്താ? നമ്മൾ സംസാരിക്കുന്നത് അവർ കേൾക്കാനൊന്നും പോകുന്നില്ല. ആർത്തർ, ഞാൻ നിന്നെ ശരിക്കും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. പിന്നെ എന്തിനാ നീ അഭിനയിക്കുന്നേ? പക്ഷേ സിന്ധ്യയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് നിന്നെ അധികം ശ്രദ്ധിക്കേണ്ട എന്നാണ്. നിന്നെ ശ്രദ്ധിച്ചാൽ നിൻ്റെ ഐഡൻറ്റിറ്റി ശരിക്കും പുറത്തു വരും. ഇല്ല ടെസിയ, അങ്ങനെയൊന്നും പുറത്തു വരില്ല. ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. സിൽവയുടെ ഐഡൻറ്റിറ്റി, അതുപോലെ എൻ്റെ മാനാക്കോറിൻ്റെ ലെവല്. നിനക്കിപ്പോൾ എൻ്റെ മാനാക്കോറിൻ്റെ ലെവല് സെൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അതെ, എനിക്ക് നിൻ്റെ വാട്ടർ മാജിക്കും പറയല്ലേ ടെസിയ. ഞാൻ എൻ്റെ രഹസ്യങ്ങളൊക്കെ ഇപ്പം മറച്ചു വെച്ചേക്കാണ്. നീ അതുപോലെ നിൽക്കണം. നീ ഇതുപോലെ ഒന്നും വിളിച്ച് പറയല്ലേ. ആർത്തർ, നമ്മളിപ്പോൾ നല്ല അടുത്തിട്ടാണ് നിൽക്കുന്നത്. ആണല്ലേ? നിങ്ങൾ രണ്ടുപേരും ശത്രുക്കളാണ്, അല്ലാതെ മിത്രങ്ങളല്ല. പോയി ട്രെയിൻ ചെയ്യ്. 2 മിനിറ്റിനുള്ളിൽ യുദ്ധം തുടങ്ങും. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ടെസിയോട് പറയുന്നുണ്ട്, ടെസ്, നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കണം. പിന്നെ നിൻ്റെ കഴിവ് എനിക്ക് കാണണം. ശരി ആർത്തർ, നീ എൻ്റെ കഴിവ് കണ്ടു തന്നെ അറിയും. സോ അപ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിയമങ്ങൾ പറഞ്ഞുതരാം. മത്സരം ഏകദേശം 30 മിനിറ്റോളം ഉണ്ടായിരിക്കും. മത്സരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടത്തും. പിന്നെ DC ടീമിന് ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. കാരണം DC ടീമിലെ അംഗങ്ങൾക്ക് SC ടീമിലെ അംഗങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ആ ഹാൻഡിക്യാപ്പ് ആർത്തർ ലെയ്വിനാണ്. ആർത്തർ ലെയ്വിൻ ഈ കളിയിലെ കിങ് ആയിരിക്കും. ആർത്തറിനെ തോൽപ്പിച്ചാൽ ആ ടീം വിജയിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഗിയർ ഉണ്ടാകും. ആ ഗിയർ എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പരിക്കളക്കാനാണ്. ആ ഗിയറിൽ ഡീഫാൾട്ടായിട്ട് ഒരു പരിക്കിൻ്റെ ലെവല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ ആ ലെവലിൽ കൂടുതൽ നിങ്ങൾക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ആ ഗിയറിൽ നിന്ന് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ സൗണ്ട് കേട്ടാലുടനെ നിങ്ങൾ ഫൈറ്റ് നിർത്തണം. അല്ലാതെ വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോ, ഈ ഉപകരണം നിങ്ങൾ ഒരിക്കലും സംരക്ഷിക്കില്ല. നിങ്ങളുടെ പരിക്കിൻ്റെ അളവ് മാത്രമാണ് ഈ ഉപകരണം കാണിച്ചു തരുന്നത്. സോ ഇപ്പം എല്ലാവർക്കും എല്ലാ നിയമങ്ങളും വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പിന്നെ ഈ യുദ്ധം ആരംഭിക്കട്ടെ. സോ ഇവിടെ വെച്ചിട്ട് ഞാനിതിൻ്റെ എപ്പിസോഡ് 6 എൻഡ് ചെയ്യാണ്. സോ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോ കാണാം.